സാറേ, ആ വോയിസ് ക്ലിപ്പ് കേട്ടായിരുന്നോ? ആ കേട്ടായിരുന്നു. അവരെന്താ പറയണേ? അവർക്ക് പരാതിയില്ലെന്നാ പറയുന്നത്. ഇത് നടപടിയാകുന്ന കേസല്ല സാറേ. സാറൊന്ന് വന്നാൽ കൊള്ളായിരുന്നു. ഒരു കാര്യം ചെയ്യ് സാർ. അവനെ ഒന്ന് മാറ്റി നിർത്തി വരട്ടി നോക്ക്. ശരി സാർ. സാറേ ഞങ്ങളുടെ കാര്യം ശ്രീകുമാരുണ്ണി വാ. ഉപദേശിക്കാണെന്ന് കരുതരുത്. കുട്ടിയും കുടുംബമൊക്കെ ഉള്ളതല്ലേ. ഈ പരാതിയായിട്ട് മുന്നോട്ട് പോണോ? ആ ഏതായാലും എസ് ഐ വിളിക്കുന്നുണ്ട്, ചെല്ല്. സാറേ എന്തെങ്കിലും ഒരു വഴി. നടപടി ആവില്ലടോ. ഞാൻ പല പ്രാവശ്യം പറഞ്ഞതല്ലേ. CS ആയ സ്ഥലത്തില്ല, വന്നിട്ട് നോക്കാം. ഏതായാലും എഴുതി കൊടുത്തിട്ട് പോയിക്കോ. അമ്മ വന്നേ, നമുക്ക് പോവാം. എന്തായാലും എസ് ഐ സാറിനെ കണ്ടിട്ട് പോവാ. വായോ. ദേ ഇത് കണ്ടോ, ഈ കൊച്ചുകുളപ്പം കാലത്ത് എനിക്ക് എന്തായിരുന്നു ഇവിടെ പരിപാടി? സാറേ ഇത് എൻ്റെ നൈബറാണ്. അവരുടെ വീട്ടിലെ ഗ്യാസ് സിലിണ്ടർ കഴിഞ്ഞപ്പോൾ ഒരു സ്പെയർ സിലിണ്ടറിന് വേണ്ടി എന്നെ വിളിച്ചപ്പോൾ പോയതാണ്. ഓക്കെ. അപ്പോൾ ഇതോ? സാർ ഇത് എൻ്റെ ഫ്രണ്ട് ജെയ്സിയാണ്. അവിടെ ഒരു ആനിവേഴ്സറി ഫംഗ്ഷൻ ആണെങ്കിൽ അവർക്കൊരു കോക്ടെയിൽ കഴിക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലേക്ക് വന്നതാണ്. ഉണ്ണി അത്ര നല്ലവനായ ഉണ്ണിയാണെന്ന് എനിക്ക് അങ്ങോട്ട് തോന്നുന്നില്ല ഉണ്ണിയെ. സാർ ഒരു കോണ്ടാക്ട് സർട്ടിഫിക്കറ്റിന് വേണ്ടി വന്നതല്ല, ഒരു പരാതി തരാൻ വന്ന. സാറിന് FIR ഇടാൻ പറ്റുകയാണെങ്കിൽ FIR ഇടും. തൻ്റെ പരാതി ഞാൻ FIR ഇടാം, അത് തീരുമാനമില്ലാവും. പക്ഷേ ആ സ്ത്രീയുടെ പരാതിയിൽ തൻ്റെ പേരിലും കൂടെ ഞാൻ FIR ഇടും. സെക്ഷൻ 354 IPC. അവരെ കൊണ്ട് മജിസ്ട്രേറ്റിന് വേണ്ടി രഹസ്യം മൊഴിയും കൊടുപ്പിക്കും. അതോടെ എൻ്റെ ഉണ്ണിയുടെ കാര്യത്തിലൊരു തീരുമാനമാവും. അത് ഈ തെറ്റും ശരിയൊക്കെ കോടതി തീരുമാനിക്കട്ടെ സാർ. സാറിൻ്റെ പണി ഞാൻ നോക്ക്. ഇതാ പരാതി. FIR ഇടാൻ പറ്റുകയാണെങ്കിൽ FIR ഇടാം. എന്താ മാഡം, എന്തെങ്കിലും പരാതിയായിട്ട് വന്നാണോ? അവിടെ ഒരു ജാട. സാറേ ആ അതെന്താ സാറേ കേസ്? മാഡത്തിനെ ഇച്ചിരി സ്ട്രെസ്സിൻ്റെ അസുഖമുണ്ട്. മാഡും ഹസ്ബൻഡും തമ്മിൽ അത്ര വർക്കല്ല. അപ്പോൾ അയലത്തെ ചേട്ടൻ ദേ ആ നിൽക്കുന്ന പുള്ളി മാഡത്തിനെ സ്ട്രെസ്സ് മാറാൻ ഒരു ഒറ്റമൂലി കൊടുത്തു. മാഡത്തിനത് വർക്കായി, പക്ഷേ ഹസ്ബൻഡിന് വർക്കായില്ല. പുള്ളിക്ക് സ്ട്രെസ് കൂടി. എന്താ ഒറ്റമൂലി? എന്നിട്ട് എന്താവാനാ, അവരുടെ ഹസ്ബൻഡ് ഇയാളെ വീട്ടിൽ കയറി പൂശി.